Hello my dear students, welcome back to Marketing Management. നമ്മുടെ 41ാമത്തെ സെഷനാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ 5ാമത്തെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രൊമോഷൻ. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എത്ര സൂപ്പർബ് ആയിക്കോട്ടെ, അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജിലാണ് പാക്ക് ചെയ്തേക്കുന്നത്, അതുപോലെ റീസണബിൾ പ്രൈസിലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് നമ്മുടെ കസ്റ്റമേഴ്സിനെ നീഡ്സിനെ ആൻഡ് ഡിസയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന കസ്റ്റമേഴ്സ് ഈ പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അവൈലബിലിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരത് ചൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് ഫോം ചെയ്യണം. അത് റൈറ്റ് മെസ്സേജ് ആ കസ്റ്റമേഴ്സിന് അറിയാവുന്ന ലാംഗ്വേജിൽ ഫോം ചെയ്യണം. സോ ദാറ്റ് കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഉണ്ടാവണം. ഓക്കെ, ആ രീതിയിൽ ആയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മുടെ പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റിങ്ങിൽ 4 P's ആ 4ാമത്തെ P എന്ന് പറയുന്ന പ്രൊമോഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാർത്തി എന്ന് പറയുന്നൊരു ഓഥറാണ് ഈ ഒരു പ്രൊമോഷനെ ടേം ചെയ്തത്. റോബർട്ട് ലിറ്റിൽബോൺ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ പ്രൊമോഷനെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കമ്മ്യൂണിക്കേഷനായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രൊമോഷൻ്റെ മീനിങ് ആണ്. നമുക്കറിയാം മാർക്കറ്റിംഗ് മിക്സിൻ്റെ 4 എലമെൻറ്റ്സിലൊന്നാണ് പ്രൊമോഷൻ. പലരും വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും പ്രൊമോഷനിലാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇങ്ങനെയുള്ള പ്രൊമോഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെ അതിനോടനുബന്ധിച്ച സർവീസ്, ഐഡിയ, ഇതെല്ലാം ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ കൂടെ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രൊമോഷൻ എന്നുള്ള വേർഡ് ലാറ്റിൻ വേർഡ് പ്രൊമവേർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് മൂവ് ടുവേർഡ്സ് എന്നാണ്. ഈ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഐഡിയയും പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൂടെ നമ്മൾ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അത് മാത്രമല്ല മാർക്കറ്റിൽ എന്ത് ഓഫറാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം കൂടി അവിടെ ഇൻഫോം ചെയ്യാണ് കസ്റ്റമേഴ്സിനെ. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ് സെല്ലറും ബയ്യറും തമ്മിൽ. ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ടെല്ലിങ്, പെർസുവേഡിങ്, സെല്ലിങ് 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ച് പ്രൊമോഷൻ പറയുന്നു, പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നു, പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിലേക്ക് സെല്ലിങ് നടത്തുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രൊമോഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഇൻഫോം ചെയ്യുന്നുണ്ട്, പെർസ്വേഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റും ആക്ടിവിറ്റീസിനെ കുറിച്ച് റിമൈൻഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനെ ഈ പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് പ്രൊമോഷനാണ്. മെയ്സൺ ആൻഡ് റൂത്ത് പറഞ്ഞ 2 ഓതേഴ്സ് പ്രൊമോഷനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കമ്പനിയുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ കസ്റ്റമേഴ്സിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടി ഉൾക്കൊള്ളുന്ന ആക്ടിവിറ്റീസ് ആയിട്ടാണ് അവർ പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണ്. അതിൽ ഇൻഫർമേഷൻ, പെർസുവേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്, ഇത് 3ഉം ഉണ്ടാവുന്നുണ്ട്. നമ്മളുടെ പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ പ്രൊമോഷൻ വളരെ ക്രൂസിയലായിട്ടുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ആവശ്യമായിട്ട് വന്നിട്ടുള്ളതാണ് പ്രൊമോഷൻ. നമുക്ക് നമ്മുടെ ബിസിനസ്സിനും നോൺ ബിസിനസ് ഓർഗനൈസേഷൻസിനും പ്രൊമോഷൻസ് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ പ്രൊമോഷൻസ് ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബിസിനസ് ഇമ്പോർട്ടൻസ് ആണ് ആദ്യം വരുന്നത്. അതായത് ശരിക്കും
ഈ ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു ബിസിനസ് എൻ്റർപ്രൈസിനും വളരെ ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ആണ് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റേഴ്സിന് നമ്മുടെ പ്രസൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രൊമോഷൻ വഴിയാണ്. ഈ പ്രൊമോഷൻ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രൈസ്, ഫീച്ചേഴ്സ്, യൂസേഴ്സ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സിന് ഈ ഇൻഫർമേഷൻസ് ഈ പ്രൊമോഷൻസ് വഴി അവർക്ക് എന്ത് ചെയ്യാം, വൈഡ് റേഞ്ച് ഓഫ് കമ്പീറ്റിംഗ് പ്രോഡക്ട്സിൽ നിന്നും അവർക്ക് ഉചിതമായിട്ടുള്ള പ്രോഡക്ട്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊമോഷൻ. അപ്പോൾ അങ്ങനെ ഈ പ്രൊമോഷൻ ഒരു പെർസുവേസീവ് കമ്മ്യൂണിക്കേഷൻ, പ്രേരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ പ്രൊമോഷൻ്റെ ഒരു പ്രൈമറി റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസുവേഷൻ തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സ്, നമ്മളുടെ ഒപ്പം നമ്മളുടെ പ്രോഡക്റ്റിന് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ്, അവരെയാണ് ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവരെ നമ്മുടെ പ്രോഡക്റ്റ് കുറേ കാലമായിട്ട് അവരെ സെർവ് ചെയ്യിക്കുന്നു എന്നുള്ള റിമൈൻഡിങ് കൂടെ പ്രൊമോഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൊമോഷൻ ഒരു റിമൈൻഡറായിട്ടും സെർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും പ്രൊമോഷൻ കൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് എൻവയോൺമെൻറ്റിൽ നമ്മളുടെ ഫേംസ് എല്ലാം മാർക്കറ്റ് ഷെയറിന് വേണ്ടിയിട്ട് കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് പ്രൊമോഷണൽ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ആ രീതിയിലുള്ള കമ്പീറ്റൻസി അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൊമോഷൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റോളാണ് മാർക്കറ്റിങ്ങിൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രൊമോഷൻ നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ റോളാണ് പ്ലേ ചെയ്യുന്നതെന്നുള്ളത് സമ്മറൈസ് ചെയ്യാം. അതിൽ പ്രൊമോഷൻ കൊണ്ട് നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ കമ്പനിക്ക് നല്ല ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല ബ്രാൻഡ് ലോയൽറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രസൻറ്റ് കോമ്പറ്റീഷൻ എൻവയോൺമെൻറ്റിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രൊമോഷൻ. അപ്പോൾ പ്രൊമോഷൻ്റെ മറ്റുള്ള ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് രണ്ടാമത് വരുന്നത്. അതായത് ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷനിലൂടെ സാധ്യമാവുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സിന് റിട്ടേൺസ് കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള എക്കണോമി ഈ പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ലോ പ്രൈസിൽ പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ്, പ്രൊമോഷൻ മിക്സ് എലമെൻ്റാണ് അഡ്വർടൈസ്മെൻറ്റ്. അത് ഈ പറയുന്ന ന്യൂസ് പേപ്പേഴ്സ്, ബ്രോഡ്കാസ്റ്റ് മീഡിയ ഇങ്ങനെയുള്ള ഇതിൽ ഉള്ള ഇൻഫർമേഷൻസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ ഒരുപാട് എൻജോയബിൾ എൻ്റർടൈൻമെൻറ്റ്സിനും അതുപോലെ എഡ്യൂക്കേഷൻ ആസ്പെക്ട്സിലും നമ്മളുടെ ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രോഡക്റ്റ് കോസ്റ്റ് ലോവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആൾക്കാരും ഒരുപാട് തരത്തിലുള്ള എക്കണോമി ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് കൺസ്യൂമറിൻ്റെ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ആ ഓരോ സെഗ്മെൻറ്റ്സിലും അവരുടേതായിട്ടുള്ള നീഡ്സ്, വാണ്ട്സ്, ആസ്പിറേഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രൊമോഷനാണ് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊരു ഫ്രീഡം കൊടുക്കുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുമാത്രമല്ല ഈ പ്രൊമോഷൻ നമ്മളുടെ ഒരുപാട് സോഷ്യൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളോടുള്ള ക്യാമ്പയിൻസും ചെയ്യുന്നുണ്ട്. ഇപ്പം ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക, ഫാമിലി പ്ലാനിങ്, ഫിസിക്കൽ ഫിറ്റ്നസ്, ഡ്രഗ് അബ്യൂസ് എലിമിനേഷൻ, ഡൗറി സിസ്റ്റം, ഇതൊക്കെ പ്രൊമോഷൻസിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവെയർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻസ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അതുപോലെ എഡ്യൂക്കേഷൻ ടാസ്ക് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ കൊറോണയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ, ഒരുപാട് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസും പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്
അവരുടെ ഗവൺമെൻറ് ഏജൻസീസും ഒരുപാട് പൈസ ഈ പ്രൊമോഷൻ ആക്ടിവിറ്റി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ്, അവരുടെ പ്രോഗ്രാംസൊക്കെയും പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ റിലീജിയസ് ഓർഗനൈസേഷൻസും ഈ പ്രൊമോഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവരുടെ ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നോൺ ബിസിനസ് ഓർഗനൈസേഷനായിട്ടുള്ള ലേബർ ഓർഗനൈസേഷൻസ്, അതായത് ഇപ്പോൾ ട്രേഡ് യൂണിയൻസ് പോലെയുള്ള ലേബർ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ വ്യൂ പോയിൻറ്റ്സ് പബ്ലിക്കിലേക്ക് അറിയിക്കാനായിട്ടൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നമുക്ക് പ്രൊമോഷൻ മിക്സിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കൊരുപാട് പ്രൊമോഷൻ എലമെൻറ്റ്സിൻ്റെ കമ്പണൻസ് ആണ് ഇതിൽ കോമ്പിനേഷൻസ് ആയിട്ട് വരുന്നത്. ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു രീതിയിൽ പ്രൊമോഷണൽ ബ്ലെൻഡ് എന്ന് കൂടി പറയാം. നമുക്ക് 2 രീതിയിലുള്ള പ്രൊമോഷൻ ബ്ലെൻഡാണുള്ളത്, പുഷ് ബ്ലെൻഡ് ആൻഡ് പുൾ ബ്ലെൻഡ്, അല്ലേ? പുഷ് ബ്ലെൻഡ് ആൻഡ് പുൾ ബ്ലെൻഡ്. പുഷ് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഴ്സൺ സെല്ലിങ്ങിനാണ്. പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റിനെ പുഷ് ചെയ്യുന്നു ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലൂടെ. ദാറ്റ് മീൻസ് മിഡിൽ മാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബയ്യേഴ്സിനെ പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അതേസമയം പുൾ ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപേഴ്സൺ സെല്ലിംഗ് ആണ്. ഇൻപേഴ്സൺ എന്ന് വെച്ചാൽ നേരിട്ട് പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ നടക്കുന്ന സെല്ലിംഗ് ആണ്. അതാണ് പുൾ ബ്ലെൻഡ്. സാധാരണ ഈ പറയുന്ന ഹെവി അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷനൊക്കെ പുൾ ബ്ലെൻഡായിട്ട് വരുന്നതാണ്. മിക്ക സെല്ലേഴ്സും ഈ പറയുന്ന 2 സ്ട്രാറ്റജീസും ഒരുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ കീ എലമെൻറ്റ്സ് ഈ പ്രൊമോഷൻ മിക്സിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷനൊക്കെയാണ് അതിൽ വരുന്നത്. അല്ല, അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് അഡ്വർടൈസിങ്. ഇത് നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസിനെ വ്യാപിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ, സർവീസ് എല്ലാം വൈഡ് ഏരിയയിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഇൻപേഴ്സണൽ സെയിൽസ്മാൻഷിപ്പാണ് അഡ്വർടൈസ്മെൻറ്റ് എന്നും കൂടി പറയാം. ഇനി പബ്ലിക് റിലേഷൻ, ഇത് ശരിക്കും നമ്മുടെ പബ്ലിസിറ്റിയുടെ ഒരു വകഭേദമാണെന്ന് പറയാം. ഇത് ഒരു നോൺ സെയിൽസ് കമ്മ്യൂണിക്കേഷനാണ്. എല്ലാ ഒരു ബിസിനസ് കൺസേൺസും നമ്മുടെ ജനറൽ പബ്ലിക്കിനോടും പ്രസ് റിലേഷനുമായിട്ട് എന്ത് ചെയ്യുന്നു, ജനറലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ അവരുടെ കമ്പനിയുടെ ഇമേജാണ് ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റും പേഴ്സൺ സെല്ലിങ്ങും കൂടാതെ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സെയിൽസ് പ്രൊമോഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെയിൽസ് പ്രൊമോഷൻസിലൂടെ നമ്മുടെ പ്രോഡക്റ്റിനോടുള്ള ഇൻട്രസ്റ്റാണ് കൂട്ടി വരുന്നത്. ഇനി വരുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കമ്പനീസ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് തന്നെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ റെസ്പോൺസ് അനുസരിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്നു. ട്രഡീഷണലി ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമുക്ക് പ്രോഡക്റ്റ് മിക്സിൽ ഒരു എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു എലമെൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്, ഡയറക്റ്റ് സെല്ലിംഗ്, ടെലിമാർക്കറ്റിംഗ്, ഡയറക്റ്റ് റെസ്പോൺസ് അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. നമുക്കിപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രൊമോഷൻസ്, പ്രോഡക്റ്റിൻ്റെ ഐഡിയാസിൻ്റെയൊക്കെ പ്രൊമോഷൻസ് ഇലക്ട്രോണിക് മീഡിയ കൂടെ നമുക്ക് സാധ്യമാണ്. ഇപ്പോൾ നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ് ഓൺ ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഫൈനലി വരുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ്. ഓറൽ ആയിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് പ്രസൻറ്റ് ചെയ്ത് അതിലൂടെ സെയിൽ ഉണ്ടാക്കുക, അതാണ് പേഴ്സണൽ സെല്ലിങ്. ഇത് ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമറിനെ നമ്മൾ പേഴ്സണലായിട്ടുള്ള കോൺവെർസേഷനിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളീ പറഞ്ഞ പ്രൊമോഷൻ മിക്സിൽ 5 എണ്ണം നോൺ പേഴ്സണലും ലാസ്റ്റ് പേഴ്സണൽ സെല്ലിംഗ് മാത്രമാണ് പേഴ്സണലായിട്ട് വരുന്നത്. ഓക്കെ.